അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 തജ്വീദുൽ ഖുർആൻ സെക്കൻഡ് പാർട്ടിലെ 10ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ് നോക്കുന്നത്. ക്ലാസ് 4 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അൽ വഹദത്തുൽ ആഷിറ 10ാമത്തെ പാഠം അസ്സക്ത. പാഠത്തിൻ്റെ ആദ്യത്തിൽ നമുക്ക് 4 ആയത്തുകൾ കൊടുത്തിരിക്കുന്നു. ഈ 4 ആയത്തുകളിലും സക്തയുടെ അടയാളം ഉണ്ട്. ഈ അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്വാസം വിടാതെ അല്പം അടങ്ങണം. ഉദാഹരണത്തിന് നോക്കൂ, വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ. അടുത്തത് മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ. അടുത്തത് വഖീല മൻ റാഖ്. അടുത്തത് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഈ ആയത്തുകളുടെ മുകളിൽ കാണുന്ന സീൻ എന്ന അടയാളത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ സ്ഥലങ്ങളിലെല്ലാം ശ്വാസം നിൽക്കാതെ അല്പം അടങ്ങണം. ഇതിന് സക്ത എന്ന് പറയുന്നു. ഖുർആനിൽ സക്തയുള്ളത് മുകളിൽ കൊടുത്ത 4 സ്ഥലങ്ങളിലാണ്. ആ 4 സ്ഥലങ്ങൾ: ഒന്ന് സൂറത്തുൽ കഹഫ്, അതിൽ 1ാമത്തെ ആയത്തിൻ്റെ അവസാനം. പിന്നെ സൂറത്ത് യാസീൻ 52ാമത്തെ ആയത്തിൽ. പിന്നെ സൂറത്തുൽ ഖിയാമ 27ാമത്തെ ആയത്തിൽ. പിന്നെ സൂറത്തുൽ മുത്തഫിഫീൻ അതിൽ 14ാമത്തെ ആയത്തിൽ. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കിനി ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ 1ാമത്തെ ചോദ്യം, സക്തയുടെ അടയാളം എന്ത്? ഉത്തരം ആയത്തുകളുടെ മുകളിൽ കാണുന്ന സീൻ എന്ന അടയാളം. 2ാമത്തെ ചോദ്യം, സക്ത ചെയ്യേണ്ടത് എങ്ങനെ? ഉത്തരം സക്ത ചെയ്യേണ്ട സ്ഥലങ്ങളിലെല്ലാം ശ്വാസം നിൽക്കാതെ അല്പം അടങ്ങണം. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നഖ്റഉൽ ഖുർആന വനുമയ്യിസു മവാളി അസ്സക്ത്. ഖുർആൻ പാരായണം ചെയ്ത് സക്തയുടെ സ്ഥലങ്ങൾ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാം. 1ാമത്തത് സൂറത്ത് യാസീൻ 51ാമത്തെ ആയത്ത് മുതൽ 54ാമത്തെ ആയത്ത് വരെ. കൂട്ടുകാരെല്ലാവരും സൂറത്ത് യാസീൻ എടുത്തില്ലേ? ആദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്ന ഭാഗത്തിൽ സക്തയുടെ ആയത്തുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഉണ്ട്, 52ാമത്തെ ആയത്തിൽ. ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം. മിമ്മർഖദിനാ ഹാദാ. ഇനി 2ാമത്തത് സൂറത്തുൽ കഹഫ് 1 മുതൽ 4 വരെ. ഇവിടെ ചോദിച്ച ഭാഗത്തിൽ സക്തയുടെ അടയാളമുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പോൾ ഉണ്ട്. 1ാമത്തെ ആയത്തിൻ്റെ അവസാനം നോക്കൂ, വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ. ഇനി 3 സൂറത്തുൽ ഖിയാമ 25 മുതൽ 28 വരെ. കൂട്ടുകാരെല്ലാവരും സൂറത്തുൽ ഖിയാമ എടുത്തില്ലേ? ഇവിടെ ചോദിച്ച ഭാഗത്തിൽ സക്തയുടെ അടയാളമുണ്ടോ എന്ന് പരിശോധിക്കാം. ഉണ്ട്, 27ാമത്തെ ആയത്തിൽ. വഖീല മൻ റാഖ്. ഇനി 4 സൂറത്തുൽ മുത്തഫിഫീൻ 12 മുതൽ 16 വരെ. കൂട്ടുകാരെല്ലാവരും സൂറത്തുൽ മുത്തഫിഫീൻ എടുത്തില്ലേ? ഇവിടെ ചോദിച്ച ഭാഗത്തിൽ സക്തയുടെ അടയാളമുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഉണ്ട്, 14ാമത്തെ ആയത്തിൽ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. നാം കണ്ടുപിടിച്ച ഈ 4 ആയത്തുകളും പാഠഭാഗത്തിൻ്റെ ആദ്യത്തിൽ തന്നെ കണ്ടതാണല്ലോ. പിന്നെ നമുക്കറിയാം ഈ 4 സ്ഥലങ്ങളിൽ മാത്രമാണ് സക്തയുടെ അടയാളമുള്ളത്. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം തഖ്സീസ്. നഖ്റഉ സൂറത്ത് ഖാഫ് നക്തശ്ഫു താ അൽ മജ്റൂറത വൽ മർബൂത്ത. സൂറത്ത് ഖാഫ് പാരായണം ചെയ്ത് അതിൽ നിന്ന് താഉൽ മജ്റൂറയും മർബൂത്തയും കണ്ടുപിടിക്കണം. ആദ്യം എന്താണ് താഉ മജ്റൂറ, എന്താണ് താഉ മർബൂത്ത എന്ന് മനസ്സിലാക്കാം. താഉ മജ്റൂറ നാം സാധാരണ അലിഫ് ബാത്ത അതിൽ 3ാമത്തെ അക്ഷരമാണ്. താഉ മർബൂത്ത എന്ന് പറഞ്ഞാൽ ഹൗ താനീസിൻ്റെ താ ആണ്. താഉ മജ്റൂറയെ കുറിച്ച് പറയുന്നതാണെങ്കിൽ ചേർത്തി ഓതിയാലും ശരി, വഖഫ് ചെയ്താലും ശരി, തായിൻ്റെ ശബ്ദമുണ്ടാകും. താഉ മർബൂത്ത എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതിയാൽ തായിൻ്റെ ശബ്ദമാണ്, വഖഫ് ചെയ്താൽ ഹായിൻ്റെ ശബ്ദമാണ്. ഉദാഹരണ സഹിതം താഉ മജ്റൂറയും മർബൂത്തയും നമ്മൾ പഠിച്ചു.
ഇനി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. നമുക്കിനി നമ്മുടെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. കൂട്ടുകാരെല്ലാവരും സൂറത്ത് ഖാഫ് എടുത്തില്ലേ? ഖുർആനിൽ 50-ാമത്തെ സൂറത്താണിത്. 11-ാമത്തെ ആയത്തിൽ ബൽദത്തൻ എന്ന പദം നോക്കൂ. അതിലുള്ള താവു മജ്റൂറയാണ്, അതായത് ഹ ഉത്താനീസ്. ഇനി 12-ാമത്തെ ആയത്തിൽ ആദ്യം കസ്സബത്ത്, അതേത് ആണ്? താവു മജ്റൂറയാണ്. ഇനി 19-ാമത്തെ ആയത്തിൽ നോക്കൂ, വജാഅത്ത്, അത് താവു മജ്റൂറയാണ്. 21-ാമത്തെ ആയത്തിലും വജാഅത്ത്, അതും താവു മജ്റൂറയാണ്. ഇതുപോലെ കൂട്ടുകാർ പാരായണം ചെയ്ത് മനസ്സിലാക്കുക. ക്ലാസ് 4 തജ്വീദുൽ ഖുർആൻ അവസാനത്തെ ഭാഗം നോക്കൂ. ഖിസ്മുൽ ഹിഫ്ള്, ഇതിൽ കൊടുത്തിരിക്കുന്ന സൂറത്തുകളും മറ്റു കാര്യങ്ങളുമെല്ലാം നാം ഹിഫ്ളാക്കണം. സൂറത്തുൽ ബഖറയിലെ ആദ്യ ഭാഗം, പിന്നെ ആയത്തുൽ കുർസിക്ക്, ആമനർ റസൂൽ, സബ്ബിഹിസ്മ സൂറത്ത്, ഹൽ അത്താക്ക, ഈ സൂറത്തുകളെല്ലാം കൂട്ടുകാർ ഹിഫ്ളാക്കണം. ഇനി നാം ഹിഫ്ളാക്കേണ്ടത് എല്ലാ നിസ്കാര ശേഷവും ചൊല്ലേണ്ട ദിക്റുകളും പിന്നെ ദുആകളുമാണ്. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.